വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ഇത് പറഞ്ഞ ശേഷം ജെറുസലമിലേക്ക് കയറി മുമ്പേ പോയിക്കൊണ്ടിരുന്നു. ഒലിവുമലയ്ക്ക് അരികെയുള്ള ബെത്ഫഗേയ്ക്കും ബഥാനിയായ്ക്കും അടുത്തെത്തിയപ്പോൾ ഈശോ 2 ശിഷ്യന്മാരെ ഇപ്രകാരം നിർദ്ദേശിച്ച് അയച്ചു: എതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോകുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ ഒരിക്കലും മനുഷ്യരാരും ഇരുന്നിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചുകൊണ്ടുവരിക. നിങ്ങൾ അതിനെ അഴിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറയണം: കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. അയക്കപ്പെട്ടവർ പോയി ഈശോ അവരോട് പറഞ്ഞ പോലെ കണ്ടു. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവനോട്: നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചു. കർത്താവിന് അതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അവർ പറഞ്ഞു. അവർ അതിനെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ ഈശോയെ കയറ്റിയിരുത്തി. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. ഈശോ ഒലിവുമലയുടെ ഇറക്കത്തിൽ എത്തിയപ്പോൾ ശിഷ്യ സമൂഹം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുതങ്ങളെയും പറ്റി വലിയ സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ. സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. ജനക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു: ഗുരു, നിന്റെ ശിഷ്യരെ ശാസിക്കുക. ഈശോ പ്രതികരിച്ചു: ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വയ്ക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ലോകത്തിലെ യഹൂദ സഹോദരങ്ങൾ പെസഹ ആചരിക്കുമ്പോൾ, അതായത് ഒരാഴ്ചയിലധികം 7-8 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതേ സമയത്ത് നമ്മൾ വിശുദ്ധവാരം ആചരിക്കുന്നു. അത് ആരംഭിക്കുന്നത് ഈശോ സ്വയം ബലിവസ്തനായി വലിയ അർപ്പകനുമായി യെരൂശലേമിലേക്ക് പോകുന്ന, അതുവരെ രാജാവാകുവാൻ ജനങ്ങൾ ശ്രമിച്ചപ്പോഴെല്ലാം സ്വയം പിന്മാറിയ ഈശോ ഇപ്രാവശ്യം സ്വയം ആത്മീയ രാജാവായിട്ട് സിംബോളിക്കായിട്ട് പ്രസന്റ് ചെയ്തുകൊണ്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. പഴയ കാലത്ത് ജെറുസലേം ദേവാലയത്തിൽ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഗലീലയിൽ നിന്ന്, നോർത്തിൽ നിന്ന് വരുന്നവർ ന്യൂനമറ്റ ഒരു ആടിനെ അവർ കൊണ്ടുവരും. അത് യോർദാൻ നദി കടന്ന് ജെറിക്കോയിലൂടെ പ്രവേശിച്ച് ഒലിവുമലയിലൂടെ വന്ന് അതിന്റെ താഴ്വരയിലൂടെ, ഹെബ്രോൻ താഴ്വരയിലൂടെ ഇറങ്ങി അവർ മലയിലേക്ക് പ്രവേശിക്കും. അതിന് പകരം ഇവിടെ ഈശോ സ്വയം ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായി ബലിയർപ്പിക്കുവാനായിട്ട് ഒലിവുമലയിലൂടെ കടന്നു വരികയാണ്. അപ്പോൾ അതിന് ഒരുക്കത്തുമായിട്ട് ഈശോ ഒരിക്കലും സാധാരണ രംഗപ്പുറത്ത് യാത്ര ചെയ്യുന്നയാളല്ല. എങ്കിലും ഇപ്രാവശ്യം ഈശോ തന്റെ 2 ശിഷ്യന്മാരോട് പറയുകയാണ്: നിങ്ങൾ എതിരെ കാണുന്ന ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ നിന്ന് ഒരു കഴുതക്കുട്ടിയെ കാണും, അതിനെ അഴിച്ചുകൊണ്ട് വരിക. അത് ആരും ഇതുവരെ ഉപയോഗിക്കാത്ത ഒരു കഴുതക്കുട്ടിയായിരിക്കും. ഈ കഴുതയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അല്ല. പഴയ കാലത്തുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ആണ് കഴുത. അത് ഭാരം ചുമക്കുന്നതാണ്. ആദ്യം ചിലപ്പോൾ കയറി യാത്ര ചെയ്യുന്നതാണ്. അതിനേക്കാൾ ഉപരിയായി രാജാക്കന്മാര് അവർ സമാധാനം പ്രസ്താവിച്ചു കഴിയുമ്പോൾ, അതായത് യുദ്ധത്തിന് പോകുമ്പോൾ കുതിരപ്പുറത്ത് പോവുകയും സമാധാനം സ്ഥാപിച്ചു കഴിയുമ്പോൾ സമാധാനത്തിന് രാജാവായിട്ട് അവർ കഴുതപ്പുറത്താണ് തിരികെ വരിക. കാരണം സമാധാനം സ്ഥാപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഒരുപാട് പുതുതായിട്ട് രാജാവായിട്ട് അഭിഷക്തനായി കഴിഞ്ഞാൽ അവര് ഈ കഴുതയുടെ പുറത്തായിരിക്കും വരിക. അപ്പൊ അതുകൊണ്ട് അതൊരു സമാധാനത്തിന്റെ രാജാവാണ്, സ്ഥാനാരോഹണത്തിൻ്റെതാണ്, അല്ലെങ്കിൽ വിജയത്തിന്റെ പ്രതീകമായിട്ടാണ്. അങ്ങനെ ഈശോ സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തില് 9:9 അതുപോലെ തന്നെ ഐസയ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം 11-ാം വാക്യത്തിലും പറയുന്നത് നിവൃത്തിയായിക്കൊണ്ട് ഈശോ കടന്നു വരികയാണ്. അവിടെ പറയുന്നുണ്ട്, ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത എന്ന് പറയുമ്പോൾ ഈശോയെ എപ്പോഴും ഉപയോഗിക്കുന്നത് മറ്റാരും ഉപയോഗിക്കാത്തതാണ്. നമുക്കറിയാം, പരിശുദ്ധ കന്യക മറിയത്തിൽ നിന്നാണ് ഈശോ ജനിക്കുക. മറ്റാരും ഉപയോഗിക്കാത്ത ഒരു ഉദരം. അതുപോലെ തന്നെ ഈശോ മരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ് അടക്കപ്പെടുന്നതും ഒക്കെ മറ്റാരും ഉപയോഗിക്കാത്ത കല്ലറയിലാണ്. ഈശോടെ പറയുന്നത്, ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ കർത്താവിനെ എന്നെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയണം. അപ്പോൾ കർത്താവ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. അതിന്റെ ഉടമസ്ഥരോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ അവര്
കഴുതയെ കൊണ്ട് വരുമ്പോൾ ഈ രണ്ട് ശിഷ്യന്മാർ ആരാണ് എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ ബൈബിൾ പണ്ഡിതന്മാരുടെ നിഗമനം അനുസരിച്ച് അത് കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പസ്തലന്മാരുടെ പ്രമുഖനായിരുന്ന പത്രോസും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട യോഹന്നാനുമാണ്. കാരണം അവർ രണ്ടുപേരും ഒന്നിച്ച് പല കാര്യങ്ങളും ബൈബിളിൽ പ്രവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കാരണം അന്നാസിന്റെ അവിടെ അരമനയിൽ പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. അതുപോലെ തന്നെ കർത്താവിന്റെ ഉദ്ധാനത്തെ അറിയിച്ചു കഴിയുമ്പോൾ ആദ്യം ഓടി പോകുന്നത് ഇവർ രണ്ടുപേരുമാണ്. കാരണം അവർ തമ്മിലുള്ള ഒരു പ്രത്യേകമായ സ്നേഹബന്ധവും ഒരു നേതൃത്വവും അവർക്കുണ്ട്. അങ്ങനെ അവര് പോയി കഴുതയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ അവര് ഈ കഴുതയുടെ പുറത്ത് വസ്ത്രങ്ങൾ വിരിക്കുന്നു. കാരണം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കഴുതയാണെങ്കിൽ അതിന് മുമ്പ് പതിവായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഒരു വസ്ത്രം ഉണ്ടാകും. പക്ഷെ ഇത് അത് ആരും ഉപയോഗിക്കാത്തതായതുകൊണ്ട് അവർ അവരുടെ വസ്ത്രങ്ങൾ വിരിക്കുകയാണ്. ഈശോയെ സഹായിച്ചുകൊണ്ട് അവർ അത് പുറത്ത് കയറ്റി ഇരുത്തുകയാണ്. അതുപോലെ തന്നെ അവര് വഴിയിൽ വസ്ത്രങ്ങൾ വിരിക്കുന്നു. ഇത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 9-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ജേഹുവിനെ രാജാവായിട്ട്, അതായത് സോളമനൊക്കെ ശേഷമുള്ള ഒരു രാജാവാണ് ജേഹു. ജേഹുവിനെ രാജാവായി അഭിഷിക്തനായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജഭരണത്തിനായിട്ട് വരുമ്പോൾ രക്തപാതനായിട്ടാണ് വരിക. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പില് വസ്ത്രങ്ങൾ വിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് നടന്നു വരാൻ വേണ്ടി. ഇതുപോലെ ഈ ബഹുമാനം കാണിച്ചുകൊണ്ട്, സ്നേഹം കാണിച്ചുകൊണ്ട്, നമുക്കറിയാം വിശുദ്ധ കുർബാന പ്രദർശനം നടത്തുമ്പോൾ നമ്മൾ വിരിപ്പിടാറുണ്ട് നിലത്ത് കൂടി, അല്ലെങ്കിൽ റെഡ് കാർപ്പറ്റൊക്കെ പറയുന്നത് പോലെയാണ് ഇവിടെ അവര് ഈശോയെ രാജാവായിട്ട് സ്വീകരിക്കുന്നതിന്റെ ആദരവിന്റെ പ്രതീകമാണ്. അതുപോലെ തന്നെ പഴയ കാലഘട്ടങ്ങളില് കൂടാര തിരുനാളിന് അതുപോലെ തന്നെ വിശുദ്ധ ജലവുമായിട്ട് പുരോഹിതൻ പോകുന്ന അവസരത്തിലുമൊക്കെ അവര് സൈക്കിൾ കൊമ്പുകൾ വീശി അവര് വിജയം ആഘോഷിക്കാറുണ്ട്, പഴയ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട്. അപ്പോൾ സൈക്കിൾ കമ്പുകൾ അല്ലെങ്കിൽ ഒലിവുമലയിൽ വരുമ്പോൾ ഒലിവിന്റെ കമ്പുകൾ വീശിക്കൊണ്ടാണ് അവർ അവരുടെ സന്തോഷ പ്രകടനം നടത്തുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നു ഒലിവുമലയുടെ ചെരുവിലെത്തിയപ്പോൾ, കാരണം ഒലിവുമലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മലമുകളിലേക്ക് ജെറുസലേമിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒലിവുമലയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. അതായത് ഒലിവുമല, ഗാഗുൽത്താ മല, ജെറുസലേം മല, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മലകളാണുള്ളത്. ഒലിവുമലയിൽ നിന്നാണ് മിശിഹ വരുന്നത് എന്നും, അതുപോലെ തന്നെ ഒലിവുമലയിലാണ് ഈശോയുടെ സ്വർഗ്ഗാരോഹണം നടക്കുക. അതേ മലയിൽ തന്നെയാണ് ഈശോയുടെ 2ാമത്തെ ആഗമനം ഉണ്ടാവുക എന്ന് മാലാഖമാര് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഒലിവുമലയുടെ പ്രത്യേകത. അവിടെ നിന്നാണ് വരിക. ജെറുസലേമിലാണ് പഴയകാലം മുതൽ, അതായത് ആദാമിന്റെ തലയോട്ടി കുഴിച്ചിട്ടിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശ്വരൂപത്തിന്റെ താഴെ ഒരു തലയോട്ടി കാണാം. അത് ആദാമിന്റെ തലയോട്ടിയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക. അതുപോലെ തന്നെ അവിടെയാണ് അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിച്ച മോറിയാമല. അതുപോലെ തന്നെ കർത്താവ് ബലിയർപ്പിക്കുന്നു. അതുകൊണ്ട് അവിടെയാണ് ജെറുസലേമിലെ ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ടുള്ള ഏക സ്ഥലം ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് ആ മല പിന്നീടാണ് ഗാഗുൽത്താ മലയിൽ ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ജെറുസലേമിലേക്കുള്ള ആ പാതയിലേക്ക് പോകുമ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷത്തോടുകൂടി കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് അവര് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചും നമുക്ക് ദൈവം നൽകിയിട്ടുള്ള അത്ഭുതകരമായ പരിപാലനം നമ്മൾ പലപ്പോഴും സ്മരിക്കാറില്ല. കാരണം നമ്മൾ പോലും അറിയാതെ, അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ആ കുഞ്ഞുങ്ങൾ പോലും അറിയാതെ എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്ന എല്ലാ സത്സത്യങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരമാണ് ഇത്. അതുപോലെ തന്നെ ആ കഴുതയെ പറ്റി പറയുന്നുണ്ട്, ഈ കഴുതയെ കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. ആ കർത്താവിനെ സംവദിക്കുന്നത് കൊണ്ടാണ് ആ കഴുതയ്ക്ക് ജനങ്ങൾ ആദരവ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കർത്താവിനെ സംവദിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ ആദരണീയരാകുന്നത്. ഇവിടെ ഒരു പറയുന്നത് കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതനാണ്. കാരണം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ, അല്ലെങ്കിൽ കർത്താവ് തന്നെയാണ് ഈ വരുന്നത്. ഇത് ആരുടെ നാമത്തിലാണ്? അവന്റെ രാജാവാണ്. ഈ രാജാവായിരിക്കുന്നത് ദാവീദ് രാജാവുമായിട്ട് പണ്ട് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. ഞാനൊരു ആലയം നിനക്ക് വേണ്ടി പണിയട്ടെ എന്ന് നാഥാൻ പ്രവാചകനോട് ചോദിച്ചപ്പോൾ നാഥാൻ പ്രവാചകൻ ആദ്യം സമ്മതിച്ചു. അതിനുശേഷം നാഥാൻ പ്രവാചകനോട് അന്ന് രാത്രി ദൈവം വെളിപ്പെടുത്തി, അങ്ങനെയല്ല, ഞാൻ ഇവന് വേണ്ടി ഒരു ആലയം പണിയും. അത് ദൈവാലയം എന്ന് പറയുന്നത് സഭയാകുന്ന ഈ ദേവാലയത്തെ കുറിച്ചാണ്. ദൈവം തന്നെ അവന് വേണ്ടി ഒരു രാജ്യം ഉണ്ടാക്കും. അവനെ ഒരു സന്താന പരമ്പരകളിൽ നിന്ന് നിത്യമായി ഭരിക്കാൻ പോകുന്ന ഒരു രാജാവിനെ നൽകും. അതുകൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദാവീദിന്റെ വംശാവലി വെച്ചുകൊണ്ട്. അങ്ങനെയാണ് ദാവീദിന്റെ വംശത്തില് ഈശോ പിറക്കുന്നത്. ഒരു പറയുകയാണ് ദാവീദിന്റെ പുത്രൻ ഹോസാന. ഹോസാന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കുക, രക്ഷകൻ. അവിടെ അന്നത്തെ കാലത്ത് സാധാരണക്കാരായ ആളുകൾ വിചാരിക്കുന്നത് വിജാതിയുടെ അടിമ
രക്ഷിക്കുന്ന ഒരു രാജാവെന്നാണ്. എന്നാൽ ഈശോയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിമത്തം എന്ന് പറയുന്നത് പിശാച്, അതുപോലെ തന്നെ രോഗം, മരണം. ഈശോ ചെയ്ത പരിസ്ഥിതികളാണ് ചെയ്ത പ്രവർത്തനമെല്ലാം എന്താണ്? രോഗികളെ സുഖപ്പെടുത്തുന്നു, പാപങ്ങൾ മോചിക്കുന്നു, മനുഷ്യരെ ഉയർപ്പിക്കുന്നു, അതുപോലെ തന്നെ അങ്ങനെ പിശാചിനെ ബഹിഷ്കരിക്കുന്നു. അപ്പം നമ്മളുടെ ആദിമാതാപിതാക്കന്മാരുടെ പാപനിമിത്തം വന്ന രോഗം, മരണം, പാപം, പിശാചിന്റെ സ്വാധീനം, ഇതിനെല്ലാം പരിഹാരമാണ് ഈശോ തന്റെ പരസ്യ ജീവിതത്തിലും തന്റെ ബലിയർപ്പണത്തിന്റെ പൂർത്തീകരണത്തിലൂടെയും പൂർത്തിയാക്കുക. അതുകൊണ്ട് സ്വർഗത്തില് സമാധാനവും അത്യുന്നതങ്ങളില് മഹത്വവും എന്ന് പറഞ്ഞ് അവർ ഈശോയെ സ്തുതിക്കുകയാണ്. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ടും ഈ രക്ഷകന്റെ വരവിന് വേണ്ടി ഒരുക്കിയ ഫരിസേയർക്ക് ഈശോയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ഈശോയോട് പറയുകയാണ്, ഈ ശിഷ്യന്മാരോട് പറയുക, ഇങ്ങനെ ആർത്തു വിളിച്ച് ഈ സ്തുതിഗീതങ്ങൾ ആലപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈശോ പറയുക, അവരൊന്നും ചെയ്തില്ലെങ്കിൽ ഈ കല്ലുകൾ പോലും, കാരണം ഈ കല്ലുകളെ പോലും സൃഷ്ടിച്ചത് ദൈവമാണ്, മിശിഹായാണ്. അപ്പൊ അതുകൊണ്ട് അവ പോലും ആർത്തു വിളിക്കുമെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രക്ഷകൻ നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്ന, നമ്മളെ വിമോചിപ്പിക്കാനായിട്ട് വരുന്ന ആ ഈശോയെ നമുക്ക് പ്രത്യാശയോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനും അതിനനുസരിച്ച് ഒരു കാഴ്ചക്കാരായിട്ടല്ല മറിച്ച് ആരാധകരായിട്ടുള്ള ആ ശിഷ്യന്മാരെ പോലെ, മറ്റുള്ളവരുടെ കുറ്റം ആരോപിക്കാൻ നടക്കുന്ന ആ ഫരിസേയരെ പോലെയല്ല, മറിച്ച് ശിഷ്യന്മാരെ പോലെ